വയനാട് ആത്മഹത്യ ചെയ്ത NM വിജയന്റെ ബാധ്യത തീർത്ത് KPCC. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ 63 ലക്ഷം രൂപയാണ് അടച്ചത്. പാർട്ടിയോ ബാങ്കോ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് NM വിജയന്റെ മരുമകൾ പറഞ്ഞു. നേതൃത്വം എന്നോടും എൻ്റെ കുടുംബത്തിനോടും ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും ഔദ്യോഗികമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. മീഡിയയിൽ കൂടെ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നമുക്ക് ഈ ബാങ്കെന്നോ അതല്ല ഇപ്പം ഉപസമിതി നിയോഗിച്ച MLA മാരോ ആരും ഞങ്ങളോട് ഈ കാര്യം നേരിട്ട് എൻ്റെ കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് നൽകിയ വാക്ക് പാലിച്ചെന്ന് T. സിദ്ദിഖ് MLA പ്രതികരിച്ചു. കാലതാമസം വന്നത് സാമ്പത്തിക പ്രശ്നമുള്ളതിനാലെന്നും T. സിദ്ദിഖ്. അഹല്യയിൽ 10 ലക്ഷം രൂപയ്ക്ക് അഹല്യയുമായി പാർട്ടി നേതൃത്വം ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം സംസാരിച്ച് 10 ലക്ഷം രൂപ കൊടുത്ത് അത് പൂർണ്ണമായും പരിഹരിക്കുകയുണ്ടായി. ആ പെൻഡിംഗ് ഉള്ള വിഷയം ഇന്ന് KPCC ബത്തേരി അർബൻ ബാങ്കിലെ കൺസേൺഡ് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പരിഹരിച്ചു. KPCCക്ക് ഫണ്ടില്ലായിരുന്നു, പാർട്ടി നേതൃത്വത്തിൻ്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിൽ ചെറിയ കാലവിളംബം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളത് അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, സാമ്പത്തിക പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് കാലതാമസം ഉണ്ടായതെന്നാണ് T. സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത്. NM വിജയന്റെ മരുമകൾ പത്മജ അവർ ഇവിധം ഒരു പ്രതികരണത്തിനും പ്രതിഷേധത്തിനും രംഗത്തെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നം ഈ അടുത്തൊന്നും തീരേണ്ടതായിരുന്നില്ല. ഇപ്പോൾ പ്രതിസന്ധിയിലായി കഷ്ടപ്പെട്ട് തന്നെയാണ് കോൺഗ്രസ് ആ തുക തിരിച്ചടച്ചിട്ടുള്ളത്. അത് ആ കുടുംബത്തെ അറിയിക്കുക പോലും ചെയ്തിട്ടില്ലെന്നാണ് പത്മജ പറഞ്ഞിട്ടുള്ളതും. എന്താണ് വിശദാംശങ്ങൾ? അഖില പറഞ്ഞതുപോലെ തന്നെയാണ് പത്മജയുടെ ഭാഗത്ത് നിന്ന് പത്മജയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് KPCC നേതൃത്വവും അതേസമയം തന്നെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരൊന്നും തന്നെ പത്മജയെ ഈ വിവരം അറിയിച്ചിട്ടില്ല എന്നും ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ് എന്നുമാണ് ന്യൂസ് മലയാളത്തോട് പത്മജ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് പറഞ്ഞ വാക്ക് പാലിച്ചു എന്നും കോൺഗ്രസിന് ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് T. സിദ്ദിഖ് MLA പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കുവാനായിട്ട് ഒരു ഉപസമിതിയെ നിയമിച്ചിരുന്നു. അതിൽ ഒരംഗമാണ് ഈ T. സിദ്ദിഖ് MLA. അതിനോട് ചേർന്ന് ഈ ഒരു കരാർ രേഖ ഒപ്പിട്ടതൊക്കെ ഏറെ വിവാദമായിരുന്നു. കാരണം ഈ ഒരു രേഖ NM വിജയന്റെ കുടുംബം ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇത് നൽകാൻ T. സിദ്ദിഖ് MLA തയ്യാറായിരുന്നില്ല എന്നതൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് T. സിദ്ദിഖിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം കൽപ്പറ്റയിൽ ഉണ്ടായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു പത്മജിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ല KPCC നേതൃത്വം ഇത് അടച്ചു തീർത്തത് എന്നാണ് പറയുന്നത്. കൃത്യമായി KPCCക്ക് ഇതിന് നിലപാടുണ്ടായിരുന്നു. കാലതാമസം വന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് T. സിദ്ദിഖ് MLA പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ സഹായം നൽകില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും തങ്ങൾ ഈ പണം പൂർണ്ണമായും നൽകി പറഞ്ഞ കരാറുകളെല്ലാം തന്നെ പാലിച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോഴും ഇത്തരത്തിൽ KPCCയുടെ ഭാഗത്തു നിന്നോ അതേസമയം ബാങ്കിന്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ കടബാധ്യത അടച്ചു തീർത്തതായിട്ടുള്ള ഒരു വിവരവും അറിഞ്ഞിട്ടില്ല എന്നാണ് NM വിജയന്റെ മരുമകൾ പത്മജ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു അവിടുത്തെ DCC പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുന്നതും ഈ നേതൃത്വവുമായൊക്കെ ഒരു ചർച്ചയൊക്കെ നടത്തുന്നതും. അതിനുശേഷമാണ് ഈ തീരുമാനം വന്നതെന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ കഴിയുക? തീർച്ചയായും. കാരണം DCC യോഗത്തിന് ശേഷം സണ്ണി ജോസഫ് MLA അടക്കം, അതായത് KPCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയതായിരുന്നു, മാധ്യമങ്ങളോട് തുറന്ന് സംസാരിച്ചിരുന്നു. ഇതിൽ KPCC നേതൃത്വം നേരത്തെ നിലപാട് അറിയിച്ചതാണ്. തങ്ങൾ എന്താണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പണം നൽകുമെന്നും അതിന് കാലതാമസം എടുത്താൽ പോലും അത് കൃത്യമായി നടപ്പാക്കുമെന്നും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കൃത്യമായി ഈ ഒരു കടം കൃത്യമായി അടച്ചു തീർക്കാൻ KPCC നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം KPCC നേതൃത്വത്തിന്റെ കയ്യിലുള്ള പണത്തിന്റെ പ്രതിസന്ധി മൂലം, സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത്തരത്തിൽ കാലതാമസം ഉണ്ടായത് എന്നാണ് T. സിദ്ദിഖ് MLA പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ പത്മജിയുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരം NM വിജയൻ മരിച്ചു കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഇത്തരത്തിൽ KPCC നേതൃത്വം പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നും അതിൽ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയൊക്കെ പത്മജ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസിലുള്ള വിശ്വാസം തങ്ങൾക്ക് നഷ്ടമായെന്നും അതേസമയം NM വിജയന്റെ ആത്മഹത്യക്കുറിപ്പിൽ തനിക്ക് വേണ്ടിയല്ല, തന്റെ കുടുംബത്തിന് വേണ്ടിയല്ല ഇത്തരത്തിൽ കടം വാങ്ങിയത്, മറിച്ച് പാർട്ടിക്ക് വേണ്ടിയാണ് ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ട് എന്നും പത്മജ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് പത്മജ ആത്മഹത്യാ ശ്രമം അടക്കം നടത്തിയിരുന്നു. അതിനും ഈ കോൺഗ്രസ് നേതൃത്വമാണ് കാരണമെന്നുള്ള ആരോപണങ്ങൾ അടക്കം വരുന്ന ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ ഒരു ഇടപെടൽ KPCCയുടെ ഭാഗത്തുനിന്ന് വരികയും ലോൺ തുക തിരിച്ചടച്ച് താത്കാലിക ആശ്വാസം നേടുകയാണ് അവിടെ DCC കോൺഗ്രസ് നേതൃത്വം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.